നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചു എന്ന വാർത്ത വരുന്നു. നാളെ നടക്കാനിരുന്ന നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പുതുക്കിയ പരീക്ഷാ തീയതി ഉടൻ അറിയിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. ആർ അച്യുതൻ നൽകുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. അച്യുതൻ, എന്താണ് ഇപ്പോൾ ഈ നീറ്റ് PG പരീക്ഷയെ മാറ്റിവെക്കാനുള്ള കാരണം? അത്തരം കാരണങ്ങൾ എന്തെങ്കിലും ബോധിപ്പിക്കുന്നുണ്ടോ ആരോഗ്യ മന്ത്രാലയം? പ്രജിൻ, നിലവിൽ ഈ തുടർന്ന് നിൽക്കുന്ന ആശങ്ക തന്നെയാണ് ഈ പരീക്ഷ മാറ്റിവെക്കുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. കാരണം ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതിൽ അത് കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ചില പരീക്ഷകളുടെ സമഗ്രത സംബന്ധിച്ചൊക്കെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിലെ ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. നാളെയായിരുന്നു നീറ്റ് PG പരീക്ഷ നടക്കാനിരുന്നത്. അതാണിപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അടിയന്തരമായി തന്നെ ഒരു ഇടപെടൽ അത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇനി ഈ PG പ്രവേശന പരീക്ഷയുടെ പ്രക്രിയകൾ അതിൽ കൂടുതൽ വിലയിരുത്തലുകൾ, അതായത് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു വിലയിരുത്തൽ നടത്താൻ കൂടി ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചതായി കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പുതുക്കിയ തീയതി, പരീക്ഷാ തീയതി ഉടൻ അറിയിക്കുമെന്നുള്ള അറിയിപ്പ് കൂടി ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ട്. നിലവിൽ ഒരു തുടർക്കഥയായി മാറിയിരിക്കുന്നു. കാരണം നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെ ഉടൻ മാറ്റിയതായിരുന്നു UGC നെറ്റ് പരീക്ഷ. അതിന്റെ ചോദ്യപേപ്പർ ചോർന്നതായി നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലിറ്റിക്സ് യൂണിറ്റ് വിവരം നൽകിയിരുന്നു. തുടർന്ന് ആ പരീക്ഷ റദ്ദാക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം CSIR നെറ്റ് പരീക്ഷ നടക്കാനിരുന്നു. 25 മുതൽ 27 വരെ നടക്കാനിരുന്ന പരീക്ഷയായിരുന്നു, അതും മാറ്റിവെച്ചു. ബീഹാറിൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അത് 26 മുതൽ 28 വരെയാണ് ഈ മാസം നടക്കാനിരുന്നത്. ആ പരീക്ഷയും മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്തായാലും അതിനെല്ലാം പിന്നാലെ വൈകി എന്ന് തന്നെ പറയാം. വൈകിയാണ് ഇപ്പോൾ നീറ്റ് പരീക്ഷ, നീറ്റ് PG പ്രവേശന പരീക്ഷ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അറിയിച്ചിരിക്കുന്നത് ഈ സമീപകാലത്ത് നടന്ന ക്രമക്കേടുകൾ, പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലം, ഇതെല്ലാം കണക്കിലെടുത്താണ് ഈ തീരുമാനം എന്നുള്ളത് ആരോഗ്യ ഈ മാസം 25, 27 തീയതി നടക്കാൻ നേരത്തെ നിശ്ചയിച്ച CSIR നെറ്റ് പരീക്ഷ അത് മാറ്റിവെച്ചിരുന്നു. പുതുക്കിയത് പിന്നീട് അറിയിക്കാമെന്നാണ് പറഞ്ഞത്. അതിൽ ആദ്യം പറഞ്ഞ കാരണം മാറ്റിവെക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ആ പരീക്ഷ മാറ്റിവെക്കുന്നതെന്ന് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ആ പരീക്ഷയിലും ഇതുപോലെ ചോദ്യപേപ്പർ ചോർച്ച സംശയിക്കുന്നതായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നീറ്റ് PG പരീക്ഷ കൂടി മാറ്റിവെക്കുകയാണ്. ഗുരുതരമായ സാഹചര്യമാണ്. പ്രത്യേകിച്ചും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, പ്രതിരോധത്തിലാക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 3 പരീക്ഷകൾ ബാക്ക് ടു ബാക്ക്, ഒന്നിന് പിറകെ ഒന്നായി മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ ചോദ്യ മുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് അടുത്ത അറിയിപ്പ് എപ്പോഴായിരിക്കും നൽകുക? പ്രജിൻ, അവിടെയാണ്, അതായത് ഇതിൽ വിദ്യാഭ്യാസ നേരത്തെ പരീക്ഷകളുടെ അറിയിപ്പ്, അതായത് മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ NDA വിദ്യാഭ്യാസ മന്ത്രാലയവുമാണ് നൽകിയതെങ്കിൽ ഇവിടെ ഇത് ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ക്രമക്കേടുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പരീക്ഷയുമായി മുന്നോട്ട് പോയാൽ വീണ്ടും ആരോപണങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയം അത് ആരോഗ്യ മന്ത്രാലയം വച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പറയുന്നത്, അതായത് ഈ അതായത് നീറ്റ് PG പ്രവേശന പരീക്ഷയുടെ പ്രക്രിയകൾ അതിനെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തൽ, സമഗ്രമായ വിലയിരുത്തൽ നടത്താൻ കൂടി ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം എന്ന് പറയുമ്പോൾ ഈ പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ട് കൃത്യതയുടെ കാര്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കാനിടയുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷയിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതുക്കിയ തീയതി അത് പ്രഖ്യാപിക്കുമെന്നതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു അല്പം മുൻപാണ്, മണിക്കൂറുകൾക്ക് മുൻപാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് തന്നെ ഒരു അഴിച്ചുപണി ഉണ്ടായത്. അതായത് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ NDAയുടെ ഭാഗത്ത് ഈ പരീക്ഷ നടത്തിപ്പിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി DGയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. സുബോധ് കുമാർ സിംഗിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. പകരം അധിക ചുമതല നൽകിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് പ്രദീപ് സിംഗിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എടുത്തു പറയുന്നുണ്ട്, സുബോധ് കുമാർ നിലവിൽ ചുമതലകളൊന്നും നൽകിയിട്ട് പോലുമില്ല, കമ്പൽസറി വെയിറ്റിംഗ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു സംശയ നിഴലിൽ
ഇപ്പോഴും NTA നിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം അച്യുതൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് മുൻ വർഷങ്ങളിൽ നടന്ന പരീക്ഷകൾ കൂടി ഇപ്പോൾ ചോദ്യമുന്നിൽ നിൽക്കുന്നുണ്ടോ? കാരണം 2010 മുതലുള്ള പരീക്ഷകളിൽ ഇത്തരം ക്രമക്കേടുകൾ നടത്തിയ ആൾക്കാരാണ് ഈ മാഫിയയ്ക്ക് പിന്നിൽ, ഈ റാക്കറ്റിന് പിന്നിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ മുൻ വർഷങ്ങളിലെ പരീക്ഷകൾ കൂടി പരിശോധിക്കുമ്പോൾ അത്തരം നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കുമോ? തീർച്ചയായിട്ടും പ്രജിൻ, കാരണം ഈ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് ഉയർന്നപ്പോൾ വിദ്യാർത്ഥികൾ ഇന്നും ഉയർത്തുന്ന ഒരു ആരോപണം ഈ പരീക്ഷ അത് പുനഃപരീക്ഷ നടത്തണമെന്നാണ്. പക്ഷെ അതിൽ ഇതുവരെയും അത്തരം തീരുമാനങ്ങളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം കടന്നിട്ടില്ല. നാളെ 1563 വിദ്യാർത്ഥികൾക്ക് നീറ്റ് UG പുനഃപരീക്ഷ നടക്കും. അപ്പോഴും മറ്റു വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, കാരണം ബീഹാറിലടക്കം ചോദ്യപേപ്പർ ചോർന്നതായുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ തന്നെ ആ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 30 ലക്ഷം രൂപയ്ക്ക് ചോദ്യപേപ്പറുകളെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റിക്കൊണ്ടുള്ള ക്രമക്കേടുകൾ നടന്നതായുള്ള കണ്ടെത്തലുകളുണ്ട്. പക്ഷേ ആ സാഹചര്യം നിൽക്കുമ്പോഴും ഈ പുനഃപരീക്ഷ എന്നൊരു സാധ്യതകളിലേക്ക് കൂടി വിദ്യാഭ്യാസ മന്ത്രാലയം കടന്നിട്ടില്ല. മറിച്ച് അതിനുശേഷമുണ്ടായ പരീക്ഷകളിൽ ഈ UGC നെറ്റിന്റെ ഫലപ്രഖ്യാപനം അത് റദ്ദാക്കുന്നു. തുടർന്ന് CSIR നെറ്റ് പരീക്ഷ മാറ്റിവെക്കുന്നു. അത്തരം നീക്കങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ വിവാദമായ നീറ്റ് UG പരീക്ഷയിൽ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. മറിച്ച് NDAയോടിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കാനാണ് ഈ ഉന്നതതല സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതിന്റെ രൂപീകരണം ഉണ്ടായി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ NDA DGയെ മാറ്റുന്നു. അതിനുശേഷം അല്പം മുൻപാണ് ഈ നീറ്റ് PG പരീക്ഷ മാറ്റിയതായുള്ള വിവരം ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. അതായത് നിലവിൽ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശങ്കയിലും കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നതും വിദ്യാർത്ഥികളുടെ ഭാവിയെയാണെന്നുള്ളത് ഇതിൽ വ്യക്തമായി തന്നെ പറയാൻ കഴിയും. ഈ ആശങ്ക പരിഹരിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പ്രജിൻ, ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നീറ്റ് UG പരീക്ഷകൾക്ക് പിന്നാലെ നീറ്റ് PG പരീക്ഷ കൂടി മാറ്റിവെക്കുന്ന സാഹചര്യം, നിലവിൽ ഉയർന്നിരിക്കുന്ന ചില ക്രമക്കേട് ആരോപണങ്ങൾ, അത് സംബന്ധിച്ച് വിശദമായ പരിശോധന ആവശ്യമാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം കരുതുന്നു. അതിനാലാണ് ഈ പരീക്ഷ കൂടി ഇപ്പോൾ മാറ്റിവെക്കുന്നത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്.